സൂപ്പർ കാർസ് ആണ് ഇത്. കുഞ്ഞുവിന്റെ ടെക്സ്റ്റും ബുക്കും. ഇത് പാറക്കുട്ടിയുടെ പഴയ നോസ്റ്റാൾജിയ. എല്ലാവർക്കും ഹാപ്പി ഹാൻഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ പർച്ചേസിങ്ങിനായിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ബ്രോഡ്വേ ആണ് പോകുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരുപാട് ബാഗിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. പാറുവിനും കുഞ്ഞിനും ഒക്കെ ബാഗ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്. പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റൂല. സ്പെഷ്യൽസ് ആയിട്ടുള്ള എന്താ കാണാൻ നല്ല രസമുള്ള കട്ടറും അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അവധി കിട്ടും ഗൈസ്. ബ്രോഡ്വേന്ന് നല്ലതൊന്നും കിട്ടിയില്ലേ ന്യൂക്ലിയസ് മോളിലോ റിലയൻസിലോ പോയി സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും കുട്ടിപ്പടകളുമായിട്ട് ഞങ്ങൾ ബ്രോഡ്വേ കറങ്ങാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇവിടെ പുതുതായിട്ട് തുടങ്ങിയൊരു ടെക്സ്റ്റൈൽസ് ആണ് ശ്രീകൃഷ്ണ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ, അഫോർഡബിൾ എന്നല്ല, വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് കുട്ടികൾക്കുള്ള നൈറ്റ് ഡ്രസ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് നേറ്റിക്കിടുന്നവർക്ക്, ഐ മീൻ വലിയ ആൾക്കാർക്ക് നേറ്റിക്കിടാനുള്ള ഡ്രസ്സുകൾ, പിന്നെ അത്യാവശ്യം പുറത്ത് കൊണ്ടുപോകാനുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ ഡ്രസ്സുകളും എല്ലാം ഉണ്ട്. അപ്പോൾ രണ്ട് സെക്ഷനാണ്. ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങളൊക്കെ താഴത്തെ ഫ്ലോറിലും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ മുകളിലുമാണ്. പിന്നെ ഞങ്ങൾ പോയത് ബാഗ് മേടിക്കാനായിട്ടാണ്. ബാഗ് എന്ന് പറയുമ്പോൾ ബ്രോഡ്വേ ചെല്ലുമ്പോൾ തന്നെ ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ നമുക്ക് ഏത് കടയിൽ കയറണം എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൊരു കട ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. അപ്പം ബാഗിൻ്റെ വെറൈറ്റി പോലെ തന്നെ എമൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാം 1000 എബവ്, അല്ലെങ്കിൽ ഒരു 3000 2000 ആ റേറ്റിലുള്ള ബാഗുകളാണ് കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെ 500 അല്ലെങ്കിൽ 800 ആ റേറ്റിലുള്ള ബാഗുകളൊക്കെ വളരെ തുച്ഛമാണ്. അപ്പം നല്ല സാധനങ്ങൾ. ഇപ്പം പിള്ളേർക്കറിയാലോ, പിള്ളേരുടെ ഏറ്റവും ഇതുപോലത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ, ഇതൊക്കെ 1000 എബവ് ആണ് കേട്ടോ ഈ ബാഗിൻ്റെയൊക്കെ വില. അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പം മാതൃഭൂമിയുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പാറുവിനോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കേട്ടോ. ബ്ലാക്ക് മാൻ കെട്ടി വന്നിട്ട് നോക്കാൻ പോവാണ്. കിട്ടുമ്പോൾ കാണിച്ചു തരണം കേട്ടോ നമുക്ക്. നിന്നെ സിനിമയിലെടുത്തടാ എടാ എൽഡോ. അപ്പം ഞങ്ങൾ ന്യൂസ് ചാനലിലെടുത്തു. കഴിഞ്ഞ 21-ാം തീയതി ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഞങ്ങൾ ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ബാഗുകളുടെ വിലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 500 മുതൽ 3000 3500 വരെയുള്ള ബാഗുകൾ ഇവിടെ കിട്ടും. അതിൽ സാധാരണക്കാരന് പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റുന്ന രീതിയിൽ ഒരു 1000-1500 രൂപയുടെ ബാഗുകൾ, അതും നല്ല രീതിയിലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ബാഗുകൾ, ഡോറ, ബാറ്റ്സ്മാൻ, സ്പൈഡർമാൻ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കൊട, നമുക്ക് വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബാഗ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ലഞ്ച് ബാഗ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. കാരണം ലഞ്ച് ബാഗൊക്കെ ഞാൻ ഓൺലൈൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ 500 മുതൽ 900 1000 റേറ്റിലൊക്കെയാണ് ലഞ്ച് ബാഗുകൾക്ക് വരുന്ന റേറ്റ്. അപ്പം അത്രയും എമൗണ്ട് മുടക്കി ലഞ്ച് ബാഗ് മേടിക്കണം എന്ന് എനിക്കില്ല. കാരണം ഞാൻ കൂടുതലും ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഓൺലൈൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ച് ബാഗ് ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് മിഥുന് അങ്ങനെ ഇഷ്ടമല്ല ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഡെലിവറിക്ക് ആൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. എല്ലാ ആണുങ്ങളെയും പാർക്കുട്ടി എല്ലാ കുട്ടികളെയും പോലെ തന്നെ അവിടെ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ എടുത്ത് കയ്യിലോട്ട് പിടിച്ച് അവർക്ക് ബാർബി, സിൻഡ്രല്ല അല്ലെങ്കിൽ യൂണിക്കോൺ, ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ക്യാമറമാൻ പറയുന്നതിനനുസരിച്ച് പോസുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പൈഡർമാനിലെ ബാഗുകൾക്ക് കുറേ ലൈറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇവൻ ഈ ബാറ്റ്മാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബാറ്റ്മാൻ്റെ ബാഗ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പാറുവിന് അത് വേണോ ഇത് വേണം എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പലതും കാണുമ്പം പലതും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വഴക്കുണ്ടാക്കുന്നുണ്ട്. പാറുവിന് നമ്മൾ ഇവിടുന്ന് ബാഗ് എടുക്കുന്നില്ല. കാരണം പാറുവിന് ലാലു ആൻറ്റി ബാഗ് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബാഗ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ബാഗ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമായി. ആരാണിത്?
ക്യാപ്റ്റൻ അമേരിക്കയാണോ? ക്യാപ്റ്റൻ അമേരിക്ക. ആരാന്നൊന്നും എനിക്കറിയില്ല. ക്യാപ്റ്റൻ അമേരിക്കയാണ്. ഓക്കെ. അപ്പോൾ ബാഗിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ബ്രോഡ്വേ നല്ല തിരക്കായി, ചെറിയ പൊടിമഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു അവശ്യ കലാകാരിയെ പോലെ ഞാനിവിടെ നിൽക്കുകയാണ്. അത്യാവശ്യ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് പാറുന്ന സ്ലേറ്റ്, വാട്ടർ ബോട്ടിൽ, പൗച്ച്, അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ നമ്മൾ ബ്രോഡ്വേയുടെ അകത്തേക്ക് കുറച്ചുകൂടെ അകത്തേക്ക് ഒരു ഷോപ്പിൽ കയറി വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പാറുവിന് മേടിച്ച കൂടെ. അത് ഞാൻ നല്ലപോലെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് മടുത്തു. കാരണം നമ്മുടെ സെലക്ഷനൊന്നും അല്ല പിള്ളേർക്ക് ഇഷ്ടം, പിള്ളേർക്ക് അവരുടേതായ രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ സെലക്ട് ചെയ്തിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിലും നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ. ഇതാണ് കുഞ്ഞുവിന് മേടിച്ച ബാഗ്. ഇതിൽ 4 സെക്ഷൻ എന്തോ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ചെറിയ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇതിനകത്ത് ലഞ്ച് ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. പക്ഷേ ലഞ്ച് ബോക്സിന് നമ്മൾ വേറെ ബാഗ് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ബുക്ക് ഇട്ട് വെക്കാം. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ഇട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ 4 സെക്ഷനായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. ഇതിന് 1290 രൂപയാണ് ഈ ബാഗിന് ഞങ്ങൾക്ക് കിട്ടിയ വില. പിന്നെ പുറത്തുനിന്ന് നമ്മൾ മേടിക്കുമ്പോൾ അതിലും കൂടുതലാവും. ഇതിപ്പോൾ ബ്രോഡ്വേന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് കേട്ടോ. ഇത്ര എമൗണ്ടേ ആയുള്ളൂ. ഇത് കുഞ്ഞുവിൻ്റെ ലഞ്ച് ബോക്സ്. ഇത് ലാലുവാൻ്റെ മേടിച്ച് കൊടുത്താണ് ഈ ലഞ്ച് ബോക്സ്. പിന്നെ ഇതാണ് കുഞ്ഞുവിൻ്റെ വാട്ടർ ബോട്ടിൽ. അതിൽ ഞാൻ ചെറിയൊരു നെയിം സ്ലിപ്പ് പോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് 250 എന്തോ ആയിട്ടുള്ളൂ ഈ വാട്ടർ ബോട്ടിൽ. ഇതിനിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാവുന്ന ടൈപ്പ്. പിന്നെ ഇതാണ് കുഞ്ഞുവിൻ്റെ കുട. ഈ കുടയ്ക്കകത്ത് നമ്മൾ മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാലും വെള്ളം ഒട്ടും പുറത്തേക്ക് പോവില്ല. ഇങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോൾ വെള്ളം പുറത്തേ ആടില്ല. ഇതിൻ്റെ ഈ ക്യാപ്പിനകത്ത് തന്നെ കിടന്നോളും. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പുഷ് ചെയ്തിട്ട് ഈ കുട ഇങ്ങനെ നമുക്ക് നോക്കാം. അവന് സൂപ്പർ കാർസിൻ്റെ കുടയാണ് മേടിച്ചത്. അവന് ബാറ്റ്സ്മാൻ്റെ കുടയൊന്നും കിട്ടിയില്ല, സൂപ്പർ കാർസാണ്. അപ്പോൾ പുള്ളി ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് അത് അങ്ങനെ മേടിച്ച്. ഇതിന് ഈ കുടയ്ക്ക് ഇതും ബ്രോഡ്വേന്ന് തന്നെ മേടിച്ചാണ്. ഇതിന് 250 ആയിട്ടുള്ളൂ കേട്ടോ. പുറത്ത് ഞങ്ങൾ ഈ കുട ചോദിച്ചു നോക്കിയപ്പം 270, 280 ആ റേറ്റ് ഒക്കെയാണ്. നമ്മൾ പുറത്തെ കടകളിൽ നമ്മളിപ്പം ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഞങ്ങളിതിങ്ങനെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ അതിന് 270, 280 ഒക്കെയാണ് പുറത്തെ വില. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എനിക്കിങ്ങനത്തെ കുട മേടിച്ച് കൊടുക്കാൻ വലിയ താല്പര്യമില്ല. കാരണം പലയിടത്തും ഇത് വെച്ചിട്ട് മറന്നു പോകും. മറ്റേ 3 ഫോൾഡ് കുടയൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാഗിനകത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ സ്കൂൾ വണ്ടിയിലൊക്കെ കയറുമ്പോൾ അവരവിടെ വെച്ചിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇതാണ് പാറുവിൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിങ്ക് കളർ. ഇത് സെല്ലോൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതിന് 330 ആണ് റേറ്റ്. പിന്നെ ഇതാണ് പാറുവിൻ്റെ ടിഫിൻ 330 റുപ്പീസ്. ഇതാണ് പാറുവിന് ലാലുവാൻ്റെ മേടിച്ചു കൊടുത്ത ബാഗ്. പാറുവിന് ഭയങ്കര ഇഷ്ടമായി. ഈ ബാഗ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബ്രോഡ്വേന്ന് അത് അന്ന് മേടിക്കാത്തത് കേട്ടോ. ഇതിലും ഞാൻ നെയിം സ്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനും 4 സെക്ഷനായിട്ടുണ്ട്. 2 സൈഡിലും വാട്ടർ ബോട്ടിൽ വെക്കാം. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. അതിന് 1300 റുപ്പീസ് ആയിട്ടുണ്ട് ആ ബാഗിൻ്റെ വില. പിന്നെ ഈ കുടയ്ക്കും 250 തന്നെ. ഇതും കുഞ്ഞുവിൻ്റെ സെയിം കുട തന്നെ. താഴേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുമ്പം അതിൻ്റെ ആ കവർ അങ്ങ് മാറും. പിന്നെ പാറുവിൻ്റെതിന് വിസിലുണ്ട്, കുഞ്ഞുവിൻ്റെതിന് വിസിലില്ല. പാറുവിൻ്റെ എപ്പോഴും പറയുന്ന പോലെ ബാർബീൻ്റെ കുടയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ബാർബി ഫുൾ പിങ്കാണ് പാറു. ഇത് ബാർബിയാണ്. പിങ്ക് ആയാൽ മതി. അത് ബാർബി ആവാം, ഡോളാവാം, സിൻഡ്രല്ല ആവാം, ആരായാലും കുഴപ്പമില്ല. പിങ്ക് കളർ ആവണം എന്നുള്ളൂ. പിന്നെ കൂടുതലും ബാർബി കിട്ടിയാൽ അത്രയും സന്തോഷം. നമ്മൾ ബുക്ക് പൊതിയാനായിട്ട് പോവാണ് കേട്ടോ. ബുക്ക് പൊതിയാനായിട്ട് ഞാൻ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സ്കൂളൊക്കെ തുറക്കുമല്ലോ, അപ്പോൾ എല്ലാം ഒന്ന് പൊതിഞ്ഞ് വെച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പിള്ളേരുടെ ഫോട്ടോ വെച്ചുള്ള നെയിം സ്ലിപ്പ്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഡിസൈനർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 പേർക്കും ഒരു A3 നിറച്ചും 25 നെയിം സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാട്ടർ ബോട്ടിലിൻ്റെ സൈഡിൽ വെക്കാനുള്ള അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ ഒട്ടിക്കാനുള്ള ചെറിയ ചെറിയ സ്ലിപ്പുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞുവിൻ്റെ നെയിം സ്ലിപ്പ് കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നെയിം സ്ലിപ്പിൻ്റെ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ A3 പ്രിൻ്റ് എടുത്തിട്ട് സ്റ്റിക്കർ പേപ്പറാണ് ചെയ്തത്. കട്ട് ചെയ്തൊന്നും തന്നില്ല. സാധാരണ നെയിം സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുന്നത് ഇങ്ങനെയല്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ബ്രൗൺ പേപ്പറിന് പകരം ഈ ബ്രൗൺ കളറുള്ള പ്ലാസ്റ്റിക്കാണ് മേടിച്ചേക്കുന്നത്. ഒരെണ്ണം അങ്ങനെ മേടിച്ചു, ഒരെണ്ണം ബ്രൗൺ പേപ്പർ മേടിച്ചു. ഇവരുടെ സ്കൂളിൽ ബ്രൗൺ പേപ്പർ ഇട്ട് മാത്രമേ ബുക്ക് പൊതിയാൻ പാടുള്ളൂ.
അങ്ങനെ ബ്രൗൺ പേപ്പർ പഠിച്ചു. എനിക്ക് പക്ഷേ അത് ഇത്ര ഇഷ്ടമായില്ല കേട്ടോ. നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പറഞ്ഞു പോരുവാണ് നെയിം സ്ലിപ്പ് അതിലേക്ക്. പിന്നെ പേപ്പർ ആണെങ്കിൽ ഒരു 3 months ഒക്കെ കഴിയുമ്പോഴത്തേക്കും ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആ പ്ലാസ്റ്റിക് ഇങ്ങനെ കീറി കളഞ്ഞിട്ട് ആ പേപ്പർ അവിടെ എവിടെയൊക്കെ തുളയൊക്കെ ഇട്ടുകൊണ്ട് വരും. ഒരെണ്ണം പ്ലാസ്റ്റിക്കിൻ്റെ ബ്രൗൺ ഷീറ്റും ഒരെണ്ണം സാധാ ബ്രൗൺ പേപ്പറുമാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് നല്ലതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അപ്പോൾ 2 തരം ടെക്സ്റ്റും ബുക്കും ഒക്കെ പൊതിയണം. അപ്പോൾ പാറക്കുട്ടിക്കും ഉണ്ട് 5. എനിക്ക് എൻ്റെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമായത് ഈ ഫോട്ടോ, ഈ സൂപ്പർമാനാണ് ഗൈസ്. പക്ഷെ എനിക്കിഷ്ടം ഇത് കുഞ്ഞുവിൻ്റെ ടെക്സ്റ്റും ബുക്കും, ഇത് പാറക്കുട്ടിയുടെ ടെക്സ്റ്റും ബുക്കുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞുവിൻ്റെ ടെക്സ്റ്റ് റാപ്പ് ചെയ്യാം. ഇത് നല്ല പ്ലാസ്റ്റിക് ഷീറ്റാണ്. തികഞ്ഞില്ലെങ്കിലോ കറണ്ട് ചെയ്യട്ടെ എന്നാ. എൻ്റെ സ്കൂളിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് കോൺവെൻറ്റ് സ്കൂളാണ്. അപ്പോൾ എല്ലാത്തിനും ഭയങ്കര സ്ട്രിക്റ്റാണ് അവർക്ക്. നോൺ വെജ് കൊടുത്തുവിടാൻ പാടില്ല, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ കുഞ്ഞിൻ്റെ സ്കൂളിൽ. എന്താ ഇവിടെ വന്നിരിക്കുക കാണാലോ, കാണാ. എന്താണേലും നിന്നെ കാണുന്നത് മാറ്റിയൊന്നും വെക്കണ്ട. ഞാൻ എല്ലാം ഊരി വെച്ച് ഗൈസ്, കണ്ടോ? കമ്മലുകളെല്ലാം ഊരി. ഇതാ മുകളിലുള്ളൊരു കമ്മലുണ്ട്, ആ കമ്മല് അത് ഊരി കഴിഞ്ഞാലേ 3rd സ്റ്റഡ്, 3rd അല്ല 4th സ്റ്റഡ് കുത്തിയത്. പക്ഷെ അത് ഊരി കഴിഞ്ഞ ഒന്ന് ഊരി നോക്കി, പക്ഷേ ഇപ്പോൾ കുത്തിയിട്ട് ഒരു 5 months എന്തോ ആയി. പക്ഷേ അതത്ര നന്നായി അങ്ങ് ഉണങ്ങി വന്നിട്ടില്ല, കരിഞ്ഞു വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഊരിയ പണിയിട്ട്. അപ്പോൾ കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ ഒരു അടയാഭരണങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് നടന്നാലോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്കത് കൊള്ളില്ല അല്ലേ. കമന്റ് ചെയ്യൂ ഗൈസ്. മുടിയൊന്നും ഇല്ല, എന്നാ പിന്നെ എല്ലാം കൊണ്ടും ഒരു ബോയ് സ്റ്റൈൽ അങ്ങ് പിടിച്ചാലോ എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിൽ വിചാരിച്ചു. അങ്ങനെ കൊതുകടിയൊക്കെ കൊണ്ട് ഞങ്ങളിവിടെ ഇരുന്ന് പൊതിയലാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂറൊക്കെ പൊതിഞ്ഞു. ഏകദേശം ഒരു 5-8 ബുക്കൊക്കെ പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നിർത്തി. അങ്ങനെ തേഴ്സ്ഡേ തുടങ്ങിയ ബുക്ക് പൊതിയൽ സാറ്റർഡേ ഉച്ചയോട് കൂടിയാണ് അവസാനിച്ചത് കേട്ടോ. അല്ല, സാറ്റർഡേ അല്ല, സൺഡേ ഉച്ചയോട് കൂടിയാണ് അവസാനിച്ചത്. കാരണം കുറച്ച് ഞാൻ പൊതിഞ്ഞു, ബാക്കി മിഥുന് പൊതിയാൻ കൊടുത്തു. അങ്ങനെ ഞാൻ പൊതിഞ്ഞു എല്ലാ ബുക്കുകളും. മിഥുന് എല്ലാത്തിനും മറ്റേ നെയിം സ്ലിപ്പൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാനുള്ളൊരു ക്ഷമയൊന്നും എനിക്കില്ല. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ വല്ലാത്ത കൊതുകാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കാല് ചൊറിയാൻ പോകുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ ഈ സ്റ്റാപ്ലർ ഇങ്ങനെ കയറ്റി ഇറങ്ങിയൊക്കെ ഇട്ടിട്ട് ബുക്ക് പൊതിയൽ അങ്ങനെ അവസാനിക്കുകയാണ് ഗൈസ്. സ്കൂള് തുറക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ബുക്ക് പൊതിയൽ, നെയിം സ്ലിപ്പ് ഒട്ടിക്കൽ, പഴയ നൊസ്റ്റാൾജിയ. ടെക്സ്റ്റ് കിട്ടിയ അപ്പം തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും? പുസ്തകം എടുത്തൊന്ന് മണത്ത് നോക്കും. എൻ്റെയൊക്കെ സ്ഥിരം പരിപാടി അതായിരുന്നു കേട്ടോ. പഠിച്ചില്ലേലും അതിനകത്തെ പടങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കും. എന്റെ കുശുമ്പ് ഇപ്പൊ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഒരു കുശുമ്പ് പറയട്ടെ. അമ്മ കുഞ്ഞിലാണ് പാട്ടേനെടുത്ത് ചുണ്ടിന്റെ മോടി വെക്കുന്നു ഗൈസ്. എന്നിട്ട് അമ്മേന്റെ ചുണ്ടിന്റെ ആ തൊലി എങ്ങനെ ഇരിക്കുന്നു ഗൈസ്. കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയെ കുറിച്ച് ഓർക്കപ്പം അവൻ പറയുന്നതാണ് കേട്ടോ. ശരിക്കും ഇതുള്ള സംഭവമാണ്. ശരിക്കും ഞാൻ പണ്ട് ഈ ചെറിയ അട്ടകളില്ലേ, മറ്റേ റെഡ് കളറൊക്കെ ഇങ്ങനെ വരുന്ന അട്ടകൾ, ആ അട്ടകളെയൊക്കെ ഒരുപാട് തിന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ മമ്മി പറഞ്ഞത്. ഇത് നമ്മുടെ ഇത് കുഞ്ഞുവിന്റെ പൗച്ച്. ഇതിന് ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ കീ, മറ്റേ നമ്മൾ ഈ നമ്മുടെ ബാഗ്സിനൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ കണ്ടോ, നമ്പർ ലോക്കൊക്കെ ഉണ്ട്. ഇത് പാറുവിന്റെ പൗച്ച്. ഇതൊന്നും നമ്മൾ ആ പർച്ചേസിങ് വീഡിയോയിൽ ഇതൊന്നും നമ്മുടെ പർച്ചേസിങ് വീഡിയോയിൽ ഇല്ല. കാരണം
ഒന്നാമത് ബ്രോഡ്വേയിൽ ഭയങ്കര തിരക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ പിള്ളേരെയൊക്കെ എടുത്തോണ്ട് ഇതെല്ലാം കൂടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആകെ മടുത്തു പോയത്. അപ്പോൾ ഞാൻ അതിൽ കാണിക്കാത്തതൊക്കെ ഇതാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇവനെ കുഞ്ഞു കുഞ്ഞു എന്നാണ് വിളിക്കുന്നത്. ശരിക്കും എന്റെ റിയൽ നെയിം ധൻവിൻ മിഥുൻ എന്നാണ്. പാറുക്കുട്ടിയുടെ റിയൽ നെയിം ഇഷാനി മിഥുൻ. പാറുക്കുട്ടീനെ ഒന്ന് കാണാൻ യൂട്യൂബ് ചാനലില് അവളെ ഇപ്പൊ സമയം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് പേപ്പറൊക്കെ ആയിട്ട് 10-10:30 ആയപ്പോഴാണ് വന്നത്. അതുകൊണ്ട് നമ്മള് ലേറ്റ് നൈറ്റിൽ ഇരുന്നാണ് പുസ്തകങ്ങൾ പൊതിയുന്നത്. ഇത് നമ്മൾ എന്ന് പൊതിയുന്ന ഇത് തേഴ്സ്ഡേ ആണ് കേട്ടോ. മൺഡേ ആണ് സ്കൂൾ തുറങ്ങുന്നതെങ്കിലും പകലൊന്നും അങ്ങനെ ടൈം കിട്ടില്ല. പിന്നെ ചുമ്മാ അതെ അമ്മയ്ക്ക് ഉറക്കമില്ലാത്തത് കൊണ്ടും ഉറക്കമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. അപ്പൊ മേടിച്ചോണ്ട് വന്നപ്പോ പൊതിയാൻ ഒരു ഇത് മൊത്തം തീർക്കുമെന്നൊന്നും അറിയില്ല. ചിലപ്പം തീർക്കും, അല്ലെങ്കിൽ പകുതി അവിടെ വെച്ചിട്ട് ഞാൻ പോകും. പാറൂനൊക്കെ നന്നായി ഉറക്കം വന്ന് തൂങ്ങിയാണ് ഇരിക്കുന്നത്. ഇന്നലെ ഞാൻ വെളുപ്പിന് എണീറ്റു. ഇന്നലെ അല്ല ഇന്ന് ഞാൻ വെളുപ്പിന് എണീറ്റ്. അങ്ങനെയൊന്നുമില്ല. മുടി കുറച്ച് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുടി വളർന്ന് കണ്ണിലേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ മുടി കണ്ണിലേക്ക് ചാടുന്നൊരു പരിപാടി. ഇങ്ങനെ കയറ്റി വെച്ച് നമ്മൾ മടുക്കും. അപ്പോൾ വീണ്ടും ഹെയർ ബാൻഡൊക്കെ മേടിച്ച് ഇനി താടിലെ മുടി ഇങ്ങനെ ബാക്കിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും മുടി വെട്ടുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ പാറക്കുട്ടിയുടെ മുടി ഞാൻ വെട്ടി കേട്ടോ. ഞാനാണ് ഐ ആം ദി ബാർബർ ഗൈസ്. അങ്ങനെ ഞാൻ വെട്ടിക്കളഞ്ഞു കുറച്ച്. അപ്പോൾ എനിക്ക് അവൾക്കും എന്നെക്കാളും കുറച്ചുകൂടെ മുടി അവൾക്കുണ്ട്. എങ്കിലും അവൾ അത്രയും വെട്ടാൻ സമ്മതിക്കുന്നില്ല. അവൾ ആദ്യം ഒന്നും വെട്ടാൻ സമ്മതിക്കില്ല. പിള്ളേർക്കെല്ലാം യൂണിക്കോൺ, ബാർബി, ഫ്രോസൺ, എൽസ, സിൻഡ്രല്ല അതൊക്കെയാണ് പറയുന്നത്. പാറുവിന് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ പാറു? പിങ്ക്. പാറുവിന് നമ്മൾ ഇഷ്ടം മാറ്റി പിങ്കി പൂന്നിട്ടല്ലോ എന്ന് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ റോസി കുട്ടി. റോസി വേണ്ട, പിങ്കി പൂന്ന് മതി. എന്തെടുത്താലും പിങ്ക്. ഐസ്ക്രീം ആണെങ്കിൽ സ്ട്രോബെറി, ബാഗ് ആണെങ്കിൽ യൂണിക്കോൺ പിങ്ക്, എല്ലാം പിങ്ക്. പെൻസിൽ പിങ്ക്, ചെരുപ്പ് പിങ്ക്. എപ്പ ഡ്രസ് എടുത്താലും പറയും എനിക്ക് പിങ്ക് മതി എന്ന് പറയുന്നു. പെൻസില് പിങ്ക്, കട്ടർ, സ്കെയില്. നമുക്ക് ഇങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഒട്ടിക്കാനായിട്ട് ഞാൻ പ്രിന്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ബാഗ്, ലഞ്ച് ബാഗ്, അതിലൊക്കെ എടുക്കാനായിട്ട് എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഇതിപ്പോൾ അവർ കട്ട് ചെയ്ത് തന്നില്ലാത്തത് കൊണ്ട് നമ്മൾ മാനുവലായിട്ട് കട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അവര് കട്ട് ചെയ്താൽ നമുക്കത് കിട്ടൂല. നമ്മൾ പൈസ കൊടുത്ത് വേറെ മേടിക്കേണ്ടി വരും. എന്ത്? നമ്മള് പൈസ കൊടുത്ത് വേറെ മേടിക്കേണ്ടി വരും. എന്ത്? ഈ സെയിം തന്നെ അതിൻ്റെ അകത്തുള്ള അവരോട് പറഞ്ഞ. നീ എന്തൊക്കെയാ കുഞ്ഞു പറയുന്നേ? സാധനം പിടിച്ച ഞാൻ പൊളിച്ചേരാം. എൻ്റെ കയ്യിൽ നല്ലോ ഞാൻ പൊളിക്കാം. എന്റെ ബുക്കിനകത്ത് ഒട്ടിക്കണ്ട. ഇതാണ് നമ്മുടെ പാറക്കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ കണ്ടോ, പിങ്ക്. എല്ലാം പിങ്ക് ആണ് ഗൈസ്. അവിടെ ഇട്ടേക്കുന്ന ഷോർട്സ് വരെ പിങ്ക് ആക്കണ്ടില്ലേ? ഇവിടെ ഒട്ടിക്കാണ് കണ്ടോ. ഇത് സെല്ലോന്റെ വാട്ടർ ബോട്ടിലാണ്. ഇവർക്ക് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഷോപ്പിംഗ് വീഡിയോസും ട്രാവലിംഗ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇനിയും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഹെയർ കട്ട് വീഡിയോസ് ഇനി ഉണ്ടാകുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം ഇനി ഹെയർ കട്ട് ചെയ്യണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മുടി വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. എപ്പോഴെങ്കിലും മൈൻഡ് മാറിയാൽ ചെയ്യും കേട്ടോ. അപ്പം ഹോപ്പ് യു ഗൈസ് ആർ എൻജോയ്ഡ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നാളെ തൊട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.